സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാഫ് കൺമണിയെ പ്രശംസിച്ച് സംസാരിക്കുന്നതൊന്നും വിദ്യക്ക് തീരെ പിടിക്കുന്നില്ല. ഇതേസമയം കൃഷ് വരുന്നുണ്ട്. ഇത് നല്ലൊരു ദിവസമാണെന്നും എല്ലാവരും ഹാപ്പി ന്യൂസ് അറിഞ്ഞല്ലോ എന്നും കൃഷ് സ്റ്റാഫിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. യെസ് സർ, വി ആർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിലൊരു സ്റ്റാഫ്. ഇതേസമയം കൺമണി എവിടെയെന്ന് കൃഷ് ചോദിക്കുമ്പോൾ കൺമണി എത്തിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് സ്റ്റാഫ്. രാവിലെ തന്നെ സ്റ്റാർ ഓഫ് ദ ഡേ ആയ കൺമണിക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാനാണ്. ഓക്കെ ഗൈസ്, കൺമണിയിൽ നിന്ന് മാത്രമല്ല നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും ഇങ്ങനെയൊരു മിറാക്കിൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് കൃഷ് പറയുന്നുണ്ട്. എല്ലാവരും കൺമണിയെ മോഡലാക്കണം. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞ് കൃഷ് അവിടെ നിന്നും പോവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് വിദ്യയാണെങ്കിൽ ആകെ കുശുമ്പ് കുത്തിയ മുഖവുമായിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൺമണി ലെറ്ററൊക്കെ കയ്യിൽ പിടിച്ച് ഇതെന്റെ തീരുമാനമാണെന്നും അച്ഛനും ഏട്ടനും കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു പറ്റൂ എന്നും ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കൃഷിന്റെ ക്യാബിനകത്തേക്ക് പ്രാർത്ഥിച്ചു കയറുന്നുണ്ട്. ക്യാബിൻ തുറക്കുമ്പോൾ കൃഷിനെ അവിടെ കാണുന്നില്ല കേട്ടോ. സാറില്ലല്ലോ, ഇനിയിപ്പോ വരാതിരിക്കോ, ഞാനിപ്പോ എന്താ ചെയ്യാന്ന് ചിന്തിച്ചു പോവാണ് കൺമണി. എന്റെ രാജി ഇവിടെ ഇരിക്കട്ടെ എന്നും ചിന്തിച്ചുകൊണ്ട് കൃഷിന്റെ ലാപ്ടോപ്പിന്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ ആ റിസൈൻ ലെറ്റർ. ഇനി മനസ്സിൽ അവശേഷിക്കുന്ന ഒരു വേദന കൂടിയുണ്ട്. അത് ഞാൻ ഇവിടെ അയച്ചു വെക്കും. ഇനി വയ്യാന്നും ചിന്തിച്ച് ആ താലി ഊരാൻ നോക്കുമ്പോഴേക്കും വാതിൽക്കൽ കൃഷി വന്ന് ചിരിയോടെ നിൽക്കുകയാണ്. തുടർന്ന് കൺമണിക്ക് അരികിൽ വന്നിട്ട് കൺമണി നമ്മൾ ജയിച്ചു, വി ഡോണ്ട് കോമ്പറ്റീഷൻ, വി ഡിഡിൻ കൺമണി, വി ഡിഡിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ എടുത്ത് വട്ടം കറക്കുകയാണ് കേട്ടോ കൃഷ്. കൺമണി ഇന്നലെ വരച്ച ഡിസൈൻ അലിഗയുടെ പ്രസ്റ്റീജ് ഡിസൈനായി നമ്മൾ നേടി. അങ്ങനെ പറഞ്ഞ് കവിളിൽ ഒരു ഉമ്മ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്. ഇതേസമയം കൺമണിയാണെങ്കിൽ ആകെ ഷോക്കഡ് ആയിട്ട് നിൽക്കുകയാണ്. ദേവിച്ചി പറഞ്ഞതുപോലെ കൺമണി ദൈവാനുഗ്രഹമുള്ള പെൺകുട്ടിയാണ്. ചില സത്യങ്ങൾ വൈകിയാണെങ്കിലും തിരിച്ചറിവുകൾ ഉണ്ടാക്കി കൺമണി അലിഗയിലേക്ക് തിരികെ വന്നു. ആ കൺമണി ഇപ്പൊ എന്റെ അഭിമാനം കത്തു. BR ഡിസൈനിന് മുന്നിൽ അലിഗയുടെ വിജയം എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്. ഇന്നത്തെ കോമ്പറ്റീഷനിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഈ കൃഷ് സാഗർ അലിഗയിൽ ഉണ്ടാവില്ലായിരുന്നു. കൺമണിയുടെ തോളിൽ കൈവച്ച് എന്റെ അഭിമാനം, അലിഗയുടെ അന്തസ്, ഇതിനൊക്കെ കാരണമായത് കൺമണിയാണ്. ഒത്തിരി നന്ദിയുണ്ട്. ഇനി കൺമണി അലിഗയിലെ വെറും ഒരു ഡിസൈനർ ആകില്ല. കൺമണി അലിഗയ്ക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അവിടെ നിന്ന് പോകുമ്പോൾ സാറിന് വിളിക്കുന്നുണ്ട് കേട്ടോ കൺമണി. ഇതൊക്കെ വിദ്യ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം കൃഷും കൺമണിയും അറിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ലാലി സ്പൂൺ കൊണ്ട് ബാലുവിന് കോഫി കൊടുക്കുമ്പോൾ ചുണ്ടുകൊണ്ട് തട്ടുകയാണ് കേട്ടോ. ഇത് സുമിത്രയോട് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ബൽറാം വന്ന് അടുത്തിരുന്നിട്ട് എന്താണ് അച്ഛാ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അലിഗയ്ക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടിയ കാര്യം ഞാൻ ബാലുവിനോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ മുതൽ ബാലു ആകെ നിയന്ത്രണം വിട്ട പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുമിത്ര ബൽറാമിനോട്. ഡൽഹി പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ലോകം തന്നെ കീഴടക്ക പോലെയായിരുന്നു ബാലുവിന്. അടുത്ത 3-4 പ്രോജക്റ്റ് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പൂർണ്ണമായിട്ട് തകർന്നു പോകുമെന്ന് ബാലു കരുതി. ബാലു മാത്രമല്ല ഞാനും കരുതിയെന്ന് പറയുന്നുണ്ട് സുമിത്ര. നിന്നെ കുറ്റം പറഞ്ഞതല്ല, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. ഇപ്പൊ തന്നെ ആ കൺമണിയെ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ പ്രോജക്റ്റ് നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സുമിത്ര. സാരമില്ല, നമുക്ക് ഇനി വരും പോലെയൊക്കെ അനുഭവിക്കാം. അലിക ആകാശം വിട്ട് വളരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. ഇത് കേൾക്കുന്നതും അമ്മ പറഞ്ഞു കഴിഞ്ഞോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ബലരാമൻ. അലിഗയിലെ നക്കാപ്പിച്ച ബിസിനസ് അവസാനിപ്പിക്കലല്ല എന്റെ ലക്ഷ്യം. അവർക്ക് കിട്ടുന്ന ലക്ഷങ്ങളും കോടികളും എന്റെ ബിസിനസ് സാമ്രാജ്യവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. ഞാൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് അലിഗയിലെ ബിസിനസ് അല്ല, അലിഗയെ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. ഇതൊരു ക്യാറ്റ് ആൻഡ് റാറ്റ് പ്ലേ ആണെന്നും പറയുന്നുണ്ട്. ഗെയിം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. അലിഗ ഒരു വലിയ വൃക്ഷമാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അതിന്റെ കൊമ്പുകൾ ഒന്നൊന്നായിട്ട് ഞാൻ വെട്ടാൻ പോവാണ്. ആദ്യ ശിഖരത്തെ ഇന്ന് തന്നെ ഞാൻ വെട്ടും. ഹു ഈസ് ഫസ്റ്റ്, കൃഷ് ഓർ സാഗർ എന്ന് ലില്ലി ചോദിക്കുമ്പോൾ വേരിൽ നിന്നല്ല തളിരിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. പിന്നീട് കൺമണിയെ നേരിട്ട് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നും അലിഗയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് കൃപ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഇന്ന് നീ വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്ന് പറയുന്നുണ്ട് ആന്റിയമ്മ. എന്താ ചേച്ചിയമ്മയെന്ന് സാഗർ ചോദിക്കുകയാണ് കേട്ടോ. അല്ല കൃപ കാല് തെറ്റി വീഴാൻ പോയപ്പോ എന്തോ ഒരു അശുഭ ലക്ഷണം പോലെ ഇന്നിനി പുറത്തു പോകണ്ട മോളെ എന്ന് ആന്റിയമ്മ കൃപയോട് പറയുന്നുണ്ട്. എന്റെ ആന്റിയമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? എന്റെ കാലൊന്ന് തെറ്റി അതിന് ആന്റിയമ്മ എന്നെ സേവ് ചെയ്തു, അതിന് ലക്ഷണം വെച്ച് നോക്കണമെന്ന് കൃപ ചോദിക്കുന്നുണ്ട്. അതാണ് അവളെ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗരം. കൃപ പോയി കഴിയുന്നതും അവളെ പോകാൻ അനുവദിക്കരുതായിരുന്നു. എനിക്കെന്തോ ആ ബലരാമൻ വന്നിട്ട് പോയപ്പോൾ മുതൽ ചുമ്മാ ഓരോ സംശയങ്ങൾ മനസ്സിൽ വരികയാണെന്ന് പറയുന്നുണ്ട് ആന്റിയമ്മ. എന്ത് സംശയങ്ങളാണ് ചേച്ചിയമ്മയെന്ന് സുജ ചോദിക്കുന്നത്. തോന്നലായിരിക്കും, നമുക്ക് മുകളിൽ ഒരു ആപത്ത് അങ്ങനെ വന്നു വീഴാൻ നിൽക്കുന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആന്റിയമ്മ. ബലരാമനെ കുറിച്ച് ആന്റിയമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കുടുംബത്തിലെ അംഗമാണവെന്ന് പറയുന്നുണ്ട് സുജ. അതേ ചേച്ചിയമ്മ എന്ന് പറയുന്നുണ്ട് സാഗരം.
പിന്നീട് കൃപ അലിഗിയിൽ ചെന്ന് സെക്യൂരിറ്റിയുടെ തോളിലൊക്കെ കൈയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ദേവിജിയെ കണ്ട് അങ്കിളിനെ വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വലിയ UK കാര്യമൊക്കെ ആയപ്പോൾ എന്നെ മറന്നോ മിസ് ലേഡി ചെയർമാൻ കൃപാസാഗറിന് ദേവിജി ചോദിക്കുമ്പോൾ അങ്കിൾ പിണങ്ങി നടന്നിട്ട് എനിക്കായോ കുറ്റം തിരിച്ചു പറയാണ് കൃപ. പിണങ്ങി നടന്നെന്നോ? ഞാനോ? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ തള്ളിക്കളയുന്നു പറയുന്നുണ്ട് ദേവിജി. ഓ പിന്നെ അച്ഛനോടും അലകിയോടും ഞങ്ങളോടും ഒക്കെ പിണങ്ങി. ഏട്ടന്റെ എൻഗേജ്മെന്റിന് വരാതെ നിന്നിട്ടിപ്പോ അച്ചടി വടിവിൽ മലയാള വാക്കുകൾ പറഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നു എന്ന് കൃപയും പറയുന്നുണ്ട്. ഈ അടവൊക്കെ അകത്ത് MD ചമച്ചിരിക്കുന്ന എന്റെ മണ്ടൻ ചേട്ടൻ വിശ്വസിക്കും, ഈ കൃപാസാഗർ വിശ്വസിക്കില്ലെന്നത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതെന്താ കൃഷ്ണനെ വിശ്വസിക്കാമെങ്കിൽ നിനക്ക് വിശ്വസിച്ചാൽ എന്താ? അതെ, കുഞ്ഞിലെ എന്നെ എടുത്ത് വളർത്തി വഷളാക്കിയത് എന്റെ പൊന്നാരി അങ്കിളല്ലേ. അപ്പൊ അങ്കിളിന്റെ വാശിയും ദേഷ്യവും ഒക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് കൃപ പറയുന്നത്. അമ്പടി കേമി, നീ എന്റെ മുത്തല്ലേടി ചട്ടമ്പി കല്യാണി എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിജി. എന്തായാലും അങ്കിളിന്റെ പിണക്ക കഥയൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യേ, ഈ പ്രായത്തിൽ കുഞ്ഞു കുട്ടികളെ പോലെയാണല്ലോ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃപ. പെട്ടെന്ന് ദേ പോയിക്കോളണം അവിടുന്ന്, ദീ പറയുന്നത് കേട്ടാൽ തോന്നും ഞാനങ്ങ് ഒരുപാട് വയസ്സായി പോയിന്നു എന്നൊക്കെ ദേവിജിയും പറയുന്നുണ്ട്. ഞാനങ്ങനെ പറയോ? ഈ താടി, ഈ അപ്പൂപ്പൻ താടി ചോദിച്ചാൽ യു ആർ എ ഹാൻസം ഗൈ എന്ന് പറയുന്നുണ്ട് കൃപ. സുഖിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിജി ഇത് കേട്ടിട്ട്. അങ്ങനെ ദേവിജിയുടെ ബൈ പറഞ്ഞ് സ്റ്റാഫുകളുടെ അടുത്ത് ചെന്ന് സ്റ്റാഫുകളെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് കൃപ. വിദ്യ വരുമ്പോൾ കൺമണിയെ കൃപ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. കൺമണി എന്തോ ചിന്തിച്ച് ഇതേ സമയം അവിടെ വന്നിരിക്കുമ്പോൾ കൃപയെ കാണുന്നില്ല. കൃപയാണെങ്കിൽ സൂപ്പർ കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ വിളിക്കുകയാണ്. കൃപ കൺമണിക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞ് കൺമണിയുടെ കവിളത്ത് ഒരു ഉമ്മയും കൊടുത്ത് പോവാണ് കേട്ടോ. ക്യാബിൻ തുറന്ന് സർപ്രൈസ് എന്ന് പറയുമ്പോൾ കൃഷ്ണനെ കാണുന്നില്ല. ഡ്യൂട്ടി ടൈമിൽ ഏട്ടനത് എവിടെ? കാണുന്നില്ല, ചമ്മിത് ആരും കണ്ടില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ ചെയറിൽ കയറിയിരിക്കുകയാണ് കൃപ. തുടർന്ന് കൃഷ്ണനെ വിളിച്ചിട്ട് ഹലോ MD കൃപാസാഗർ, MD ഡ്യൂട്ടി ടൈമിൽ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നെങ്കിൽ 5 മിനിറ്റിനകം ഓഫീസിൽ എത്തേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഏട്ടനത് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൃപ. പെട്ടെന്ന് വരാനും പറയുന്നുണ്ട്. അങ്ങനെ കൃപ മേശപ്പുറത്തിരുന്ന ഓരോ സാധനങ്ങൾ നോക്കുന്നതിനിടയിൽ ലാപ്ടോപ്പിന്റെ മേൽ വെച്ചിരിക്കുന്ന കൺമണിയുടെ ആ റെസിഗ്നേഷൻ ലെറ്റർ കാണാണ്. കത്ത് വായിച്ചപ്പോ അത് കൺമണിയുടെ റിസൈൻ ലെറ്റർ ആണെന്ന് കൃപയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കൃപ ലെറ്റർ പിന്നിൽ പിടിച്ച് കൺമണിയോട് ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിക്കാണ്. വിദ്യ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനായിരിക്കും പോയതെന്ന് വിദ്യ ചിന്തിക്കാണ് കേട്ടോ. ഇതേ സമയം കൺമണി അമേരിക്കയിലോട്ടോ യൂറോപ്പിലേക്കോ മറ്റോ പോകാനുണ്ടോ എന്ന് കൃപ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് കൺമണി. അപ്പൊ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് ലെറ്റർ കാണിച്ച് ചോദിക്കാണ് കേട്ടോ കൃപ. ഞാൻ കരുതി വിദേശത്തോ മറ്റോ പോകുകയാണെന്ന്, അതിന്റെ ഭാഗമായിട്ടാണ് രാജിവെക്കുന്നതെന്ന്. അപ്പൊ ഇത് പ്രാങ്കാണോ? ചുമ്മാ ഒക്കെ ഒരു വിരട്ടൽ അല്ല കൃപ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൺമണി പറയാൻ തുടങ്ങുന്നതും. സാഹചര്യോ? എന്ത് സാഹചര്യം? ആദ്യം സാഹചര്യം എന്താണെന്ന് ഞാൻ അറിയട്ടെ. പറഞ്ഞോ. സാലറി കുറവാണോ അതോ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാണോ, മാനേജ്മെന്റിന്റെ ബിഹേവിയർ ആണോ എന്നൊക്കെ കൃപ വീണ്ടും ചോദിക്കുന്നുണ്ട് കൺമണിയോടായിട്ട്. അതൊന്നും അല്ലെന്ന് കൺമണി മറുപടി കൊടുക്കുകയാണ്. പിന്നെ എന്താ പ്രശ്നം? ഞാനും വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ഒരു സ്റ്റാഫ് പിരിഞ്ഞു പോകുമ്പോൾ അതിന്റെ കാരണം എനിക്കും അറിയണ്ടേന്നും കൃപ ചോദിക്കുന്നുണ്ട്. ചില ഫാമിലി പ്രശ്നങ്ങൾ കൺമണി പറയുമ്പോൾ എന്നാ അതെന്താണെന്ന് പറഞ്ഞാട്ടെ എന്ന് പറയുന്നുണ്ട് കൃപ. അടുപ്പം കൊണ്ട് ഞങ്ങളും കൺമണിയുടെ ഫാമിലി മെമ്പേഴ്സ് ആണല്ലോ, അപ്പൊ കുടുംബ പ്രശ്നം എനിക്കും അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞോ വേഗം എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃപ കൺമണിയോടായിട്ട്.